ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവയും തേങ്ങയും കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന, നല്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇനി ഇവിടെ 1.5 കപ്പ് റവയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ്. ഈ ഒരു ചിരകിയ തേങ്ങ ഞാനിവിടെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും. ഇപ്പോൾ ഒരു 1.5 കപ്പ് റവ എടുത്തതിൽ 1 കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു കണക്കനുസരിച്ച് എടുക്കുമ്പോഴാണ് നമുക്കിതിൽ സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ ഈ ഒരു പലഹാരം കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഈ ഒരു പലഹാരത്തിന് മധുരം മുന്തി നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് അരിക്കാതെ തന്നെ ആ ഒരു തേങ്ങയുടെ അരപ്പോട് കൂടി ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. തേങ്ങ എന്തായാലും കുറഞ്ഞു പോകരുത്. കാരണം നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് റവയുടെ ഒപ്പം തന്നെ തേങ്ങയും കൂടെ എടുക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത് ഇതുപോലെ സ്പാച്ചിലൊന്ന് കോരിയെടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് അങ്ങ് കട്ടിയായി പോവരുത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒന്നുകിൽ ചോറിൻ്റെ കഴിക്കുന്ന സ്റ്റീൽ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കറി ബൗളിലോ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇഡലി ചെമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിന് മുകളിലേക്ക് ഒരു കറിച്ചട്ടി കൂടി വെച്ചിരുന്നു. ചട്ടി തന്നെ വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, വെയിറ്റുള്ള എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ നനച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കിയാൽ മതി. അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ റവയും തേങ്ങയും കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.